ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുന്ന വചന സന്ദേശം ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത് എന്നതാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്. ഇതേ ഭാഗം തന്നെ മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്, അവരെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യം. 127-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, കേട്ടാൽ ഒരു ചെറിയ വചനമാണെന്ന് തോന്നുന്ന യേശുവിൻ്റെ ഈ വചനഭാഗം യഥാർത്ഥത്തിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എന്തൊക്കെയാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്നാമതായി, നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ശുശ്രൂഷ നൽകാനായിട്ടുണ്ട്. ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മക്കളെ വലിയവരാക്കാൻ വേണ്ടി, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ വലിയവരാക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഊണും ഉറക്കവും ഇല്ലാതെ ഭ്രാന്ത് പിടിച്ചവരെ പോലെ ഓടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തെറ്റൊന്നുമില്ല. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ വളർത്തി വലുതാക്കണം, അവർക്ക് നല്ല ജോലി കിട്ടണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതിലും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിലും ഒരു തെറ്റുമില്ല. തെറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇത് മാത്രമായി പോകുമ്പോൾ അത് വലിയ തെറ്റായി തീരുകയാണ്. കർത്താവ് പറയുന്നത് ഇതാണ്, നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്തു കൊടുക്കണം. ഒന്നാമതായി, അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ അവർക്ക് നൽകണം. യേശു ക്രിസ്തു ആരാണ് എന്ന് അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണമെന്ന് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങൾ 22:6 പരിശുദ്ധാത്മാവ് ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അഭ്യസിപ്പിക്കുക, വാർദ്ധക്യത്തിലെത്തിയാലും അവൻ അതിൽ നിന്നും മാറിപ്പോകത്തില്ല. നമ്മുടെ മക്കൾ തീരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരെ ദൈവത്തിൻ്റെ വഴികൾ, യേശുക്രിസ്തു ആരാണ്, സത്യദൈവം ആരാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ആരാണ്, കുരിശിൽ മരിച്ച് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാര ബലിയായി തീർന്ന ദൈവം ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ്, വിശുദ്ധ കുർബാന ആരാണ്, സഭ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ അവർക്ക് കൊടുക്കണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സാക്ഷ്യം, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഇംഗ്ലീഷ് വിഭാഗം ധ്യാനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വെല്ലൂരാൻ അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. അച്ഛൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ ഓർമ്മ വെച്ച നാളിൽ ഏതാണ്ട് 2.5 വയസ്സ് 3 വയസ്സ് അടുപ്പിച്ച് പ്രായമുള്ളപ്പോൾ അച്ഛൻ്റെ അമ്മച്ചി അച്ഛനെയും കൊണ്ട് ഒരു ദിവസം പള്ളിയിൽ പോവുകയാണ്. വൈകുന്നേരം നടക്കുന്ന ഒരു ശുശ്രൂഷയാണ്. നാളെ അടുത്ത ദിവസം പള്ളിയിലെ പ്രധാനപ്പെട്ട തിരുനാളാണ്. അതിൻ്റെ തലേ ദിവസം വൈകുന്നേരം നടക്കുന്ന ഒരു വിശുദ്ധ കുർബാനയുടെ ആരാധനയും ശുശ്രൂഷകളും അതിൽ പങ്കെടുക്കാനായിട്ട് അമ്മച്ചി പോയ സമയത്ത് കുഞ്ഞ് 2.5 വയസ്സ് പ്രായമുള്ള അഗസ്റ്റിൻ എന്ന് പറയുന്ന നമ്മുടെ വെല്ലൂരാൻ അച്ഛനെ കൂടെ കൊണ്ടുപോവുകയാണ്. പള്ളിയിൽ ചെന്നപാടെ അമ്മച്ചി കൈകളൊക്കെ കൂട്ടിപ്പിടിപ്പിച്ചു, അൾത്താരയിൽ മെഴുകുതിരികൾ കത്തി, അരുളിക്കായിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചു, വികാരിയച്ഛൻ ആരാധന ആരംഭിച്ചു. ഈ സമയത്ത് അമ്മച്ചി അഗസ്റ്റിൻ്റെ കുഞ്ഞ് 2 കൈകൾ കൂപ്പിപ്പിടിച്ചിട്ട് പറയുകയാണ്, അങ്ങോട്ട് നോക്കുമോനെ, ആ വെള്ള നിറത്തിൽ കാണുന്നതില്ലേ, അത് ഈശോയാണ്, അതുകൊണ്ട് ഈശോയെ നോക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. 2.5 വയസ്സുള്ള ആൾക്ക് എന്ത് മനസ്സിലാകാനാണ്? ഒന്നും മനസ്സിലാകുന്നില്ല. എങ്കിലും അച്ഛൻ അതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, പള്ളിയിൽ മറ്റു വിളക്കുകളൊന്നുമില്ല, അൾത്താരയിലെ മെഴുകുതിരികൾ മാത്രം കത്തി നിൽക്കുന്നു, അതിൻ്റെ ഒരു ചെറിയ പ്രകാശം പള്ളി മുഴുവനുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അഗസ്റ്റിൻ തിരിഞ്ഞ് തൻ്റെ അമ്മച്ചിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അച്ഛൻ പറയുന്നത് ഇതാണ്, എൻ്റെ അമ്മച്ചി അതീവ സുന്ദരിയായിരുന്നു, എങ്കിലും ഞാൻ ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച, എൻ്റെ അമ്മച്ചിയുടെ മുഖം പരിശുദ്ധ മറിയത്തിൻ്റെ മുഖം പോലെ, വിശുദ്ധരുടെ മുഖം പോലെ ദൈവീക പ്രഭയാൽ പ്രകാശിച്ചിരിക്കുന്നതും
അൾത്താരയിൽ അരുളിക്കായിൽ എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന ഈശോയെ നോക്കിക്കൊണ്ട് എൻ്റെ അമ്മച്ചി കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈശോയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഞാൻ അന്ന് കാണുവാൻ ഇടയായത്. 2.5-3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു ബാലൻ്റെ മനസ്സിലേക്ക് അമ്മച്ചി എഴുതിയിട്ട വലിയൊരു ലേഖനമായി തീർന്നു ഈ സംഭവം. മറ്റൊന്നും പറയേണ്ടതായിട്ട് വന്നില്ല. അൾത്താരയിലെ അരുളിക്കായിലെ ഈശോയെ നോക്കി കണ്ണുനീരോടുകൂടി ആരാധിച്ച് സ്നേഹിച്ച് ഹൃദയം മുഴുവൻ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മച്ചിയെ കണ്ടപ്പോൾ അഗസ്റ്റിൻ വെളുരാൻച്ചൻ പറയാണ്, അമ്മച്ചിയുടെ മടിത്തട്ടിലിരുന്ന ആ 2.5 വയസ്സുകാരൻ അല്ലെങ്കിൽ ആ 3 വയസ്സുകാരൻ അന്നൊരു തീരുമാനമെടുക്കുകയാണ്, ഞാനൊരു വൈദികനായി തീരും. ഒരു വൈദികനാകാൻ കൊടുക്കേണ്ട വില എന്താണെന്ന് അറിയത്തില്ല. ആഴമേറിയ സമർപ്പണം, വേദനകൾ, തെറ്റിദ്ധാരണകൾ, വീടും നാടും വിട്ടു പോകേണ്ട അവസ്ഥകൾ, അധികാരികൾ പറയുന്നത് അതുപോലെ അനുസരിക്കണം, ഒടുവിൽ പ്രീസ്റ്റ് ഹോമിൽ എത്തപ്പെടുന്നു. ഇതിനെക്കുറിച്ചൊന്നും അന്ന് അറിയത്തില്ല. എങ്കിലും അമ്മച്ചി പറഞ്ഞു, മോനെ അത് ഈശോയാണ്, അത് ഈശോയാണെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയുടെ മുഖത്തെ നോക്കിയപ്പോൾ ഈ കുഞ്ഞിന് മനസ്സിലായി അത് ഈശോ തന്നെ. അവൻ ആ ഈശോയെ ഹൃദയത്തിൽ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അവൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, അച്ഛൻ അരുളിക്കായിൽ ഈശോയെ എഴുന്നള്ളിച്ച് വച്ചപ്പോഴാണല്ലോ എൻ്റെ അമ്മച്ചി യേശുവിനെ ആരാധിച്ചത്, എൻ്റെ അമ്മച്ചിയുടെ മുഖത്തു കൂടി കണ്ണുനീര് വന്നത്. ഞാനും ഇതുപോലെ അരുളിക്കായിൽ ഈശോയെ എഴുന്നള്ളിച്ച് വയ്ക്കുന്ന ഒരു വൈദികനായി തീരുമെന്ന്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഗർഭിണികളായിരിക്കുമ്പോൾ തന്നെ പൈശാചികമായ TV സീരിയലുകളുടെ മുൻപിലിരുന്ന് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ബുദ്ധിയിലേക്കും പിശാചിനെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷം അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അശ്ലീലങ്ങൾ, ലൈംഗിക ചുവയുള്ള രംഗങ്ങൾ, ഇതെല്ലാം ഗർഭിണികളിരുന്ന് കാണുന്ന സമയത്ത് ഗർഭിണിയുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും എല്ലാം ഈ കുഞ്ഞിലേക്ക് ഇത് കുത്തിവയ്പ്പിക്കപ്പെടുകയാണ്. ഈ കുഞ്ഞിൻ്റെ അകത്ത് മുഴുവൻ ലൈംഗിക ആസക്തി ഗർഭപാത്രത്തിൽ വച്ച് തന്നെ കത്തിപ്പടരുകയാണ്, പാപവാസന നിറയുകയാണ്. വെറുപ്പും പൈശാചികമായിട്ടുള്ള സ്വാധീനങ്ങളും കൊലപാതക ചിന്തകളും തകർക്കണമെന്നുള്ള ചിന്തകളും പാരവയ്ക്കണമെന്നുള്ള ചിന്തകളും ആരുടെയെങ്കിലുമൊക്കെ ജീവിത പങ്കാളിയെ തട്ടിയെടുക്കണമെന്നുള്ള ചിന്തകളും ഇതെല്ലാം ഈ സമയത്ത് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു ശുശ്രൂഷ ചെയ്യണം. രണ്ടാമതായി, കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കണം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുവചനം, ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിക്കുകയും നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവജനമായ ഇസ്രായേൽ ജനത്തിന് ദൈവമായ കർത്താവ് മലമുകളിൽ എഴുന്നള്ളി വന്ന് തൻ്റെ പരിശുദ്ധമായ കൽപ്പനകൾ കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന കൽപ്പനകൾ നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, നിങ്ങൾ ബൈബിളാക്കിക്കൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് എൻ്റെ വചനം നിങ്ങൾ എഴുതണം. ഹൃദയത്തിൻ്റെ അകത്ത് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് തവണ അത് വായിക്കണം, ഒരുപാട് തവണ അത് ധ്യാനിക്കണം, ഒരുപാട് തവണ അത് ഓർമ്മിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ അത് എഴുതപ്പെടും. ദൈവം പറയാണ്, എൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുകയും നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിക്കുകയും ചെയ്യണം. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് LKG പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് ക്ലാസ് ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് ശരിയോ തെറ്റോ എന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എൻട്രൻസിൻ്റെ കോച്ചിങ് കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് മനസ്സിലാകുന്നത്. എങ്കിലും സാരമില്ല, അതങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ, അതിൽ തെറ്റൊന്നുമില്ല. കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികസിക്കുന്നു, കുഞ്ഞുങ്ങൾ വലിയവരായിത്തീരുന്നു, ഒക്കെ ശരി. പക്ഷെ ചോദ്യം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ടോ? കർത്താവ് പറയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നിന്റെ വലിയമ്മയായ യവനിക്കോയ്ക്കും നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ യവനിക്കോയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ട്. നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ യവനിക്കോയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം. എന്താണിത് പറയാൻ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. കുഞ്ഞ് തിമോത്തിയോസ് മടിയിലിരിക്കുന്ന പ്രായത്തിൽ വല്യമ്മച്ചി മടിയിലിരുത്തി സിനിമാ കഥയല്ല പറഞ്ഞു കൊടുത്തത്, വല്യമ്മച്ചി മടിയിലിരുത്തി പ്രേതകഥയല്ല പറഞ്ഞു കൊടുത്തത്, വല്യമ്മച്ചി മടിയിലിരുത്തി പൂച്ചടം പട്ടിടം കാര്യം മാത്രമല്ല പറഞ്ഞു കൊടുത്തത്. പൗലോസ് പറയാണ്, തിമോത്തിയോസ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ വലിയമ്മച്ചി കുഞ്ഞുമകനെ, ചെറുമകനെ മടിയിലിരുത്തി ദൈവത്തിൻ്റെ വചനം അവനെ പഠിപ്പിച്ചു കൊടുത്തു, വിശ്വാസം പകർന്നു കൊടുത്തു, യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു കൊടുത്തു, അഭിഷേകം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു, വിശുദ്ധ കുർബാനയെ പറ്റി പറഞ്ഞു കൊടുത്തു, സഭയെപ്പറ്റി പറഞ്ഞു കൊടുത്തു. വല്യമ്മയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് വെച്ചിട്ട് മുറ്റമടിച്ചിട്ട് കൊച്ചുമകനെ കളിപ്പിക്കുന്ന സമയത്തെല്ലാം യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു കൊടുത്തു.
അതുകൊണ്ടാണ് 2 തിമോത്തി 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവവചനങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ നീ ബാല്യം മുതൽ തന്നെ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. ആരാ പഠിപ്പിച്ചു കൊടുത്തത്? വല്യമ്മച്ചിയും അമ്മച്ചിയും. മിക്കവാറും അപ്പച്ചൻ ജോലിക്ക് പോയിട്ടുണ്ടാകും. അപ്പച്ചൻ 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി കുടുംബം പുലർത്തണ്ടേ. ചാച്ചൻ ജോലിക്ക് പോയിട്ട് രാത്രി 9 മണിക്ക് ക്ഷീണിച്ചായിരിക്കും വരുന്നത്. അമ്മയും വലിയമ്മച്ചിയും കൂടി കൊച്ചു മകനെ ദൈവവചനം പഠിപ്പിക്കുന്ന ജോലി അങ്ങോട്ട് ഏറ്റെടുത്തു. അത് അവർ നല്ല മനോഹരമായിട്ട് ചെയ്തു. നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ശിഷ്യന്മാരിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ടെങ്കിലും എനിക്കെൻ്റെ മകനെ പോലെ ആയിത്തീർന്ന പ്രിയപ്പെട്ട ശിഷ്യൻ, ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ശിഷ്യൻ, ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് 100% സ്വീകരിച്ച ശിഷ്യൻ, അഭിഷേകമുള്ള ശിഷ്യൻ, വിശുദ്ധിയുള്ള ശിഷ്യൻ, സഭയ്ക്ക് വേണ്ടി നിന്ന ശിഷ്യൻ, കത്തിജ്വലിച്ച ശിഷ്യൻ, കർത്താവിന് വേണ്ടി തുടിച്ച ഹൃദയമുള്ളത്, അത് തിമോത്തിയോസ് മാത്രമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, എന്നാൽ തിമോത്തിയോസിന്റെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ. പിതാവിനോടൊത്ത് പുത്രൻ എന്നതുപോലെ അവൻ എന്നോടൊത്ത് ശുശ്രൂഷ ചെയ്തു. എന്താ കാര്യമെന്നറിയാമോ? വല്യമ്മച്ചിയും അമ്മച്ചിയും അവനെ മടിയിലിരുത്തി ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഇന്ന് കുഞ്ഞുങ്ങൾ മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് തന്നെ പിശാച് വരുന്ന DVD-യും പിശാച് വരുന്ന കമ്പ്യൂട്ടറുകളും വെടിവെപ്പും കൊല്ലലും കത്തി കാണിക്കലും, ഇവന്മാർ തീവ്രവാദികളായി പോയില്ലെങ്കിൽ വല്ല അത്ഭുതമുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കർത്താവിനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമില്ല. അവൻ്റെ കയ്യിലോട്ട് തോക്കാണ് എടുത്ത് ആദ്യം കൊടുക്കുന്നത്. അമേരിക്കയിലൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോഴേ കളിപ്പാട്ടം തോക്കാണ്. അവൻ സ്കൂളിൽ പോയി വെടിവെച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇത് കടന്നു വരുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പഴകിപ്പോയിട്ടില്ല മക്കളെ, ദൈവമക്കളെ. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണെങ്കിലും ദൈവം പറയാണ്, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും എഴുതണം, മക്കളെയും പഠിപ്പിക്കണം. കർത്താവിൻ്റെ വചനം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, ഏതാണ്ട് ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു യുവജന ധ്യാനം നടത്തുകയാണ്. 150ഓളം യുവജനങ്ങൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം ഞാൻ അവരോട് പറഞ്ഞു, ധ്യാനം കൂടിയവർ എത്ര പേരുണ്ട്? ആകപ്പാട് 4 പിള്ളേരെ അതിനു മുമ്പ് ധ്യാനം കൂടിയിട്ടുള്ളൂ. ബാക്കി 146 എണ്ണവും ധ്യാനം കൂടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, കാറ്റക്കിസം പഠിച്ചവർ എത്ര പേരുണ്ട്? എല്ലാവരും തന്നെ കാറ്റക്കിസം പഠിച്ചവരാണ്. ഓക്കെ, എനിക്ക് സന്തോഷമായി. എന്നിട്ട് ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലെ അപ്പച്ചനെ വിളിച്ച് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്വന്തമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അപ്പച്ചാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ സ്റ്റേജിൽ മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ഇനി പ്രാർത്ഥിക്കുന്നറിയാൻ? ഒറ്റൊരുത്തം പ്രാർത്ഥിക്കുന്നില്ല. ഇവന്മാർ എഴുന്നേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്, കണ്ണിറുക്കി കാണിക്കുകയാണ്, മുഖമൊക്കെ ആകപ്പാടി ചമ്മുകയാണ്. ഏതാണ്ട് IAS-ന്റെ ചോദ്യം ഞാൻ ചോദിച്ചതുപോലെയാണ് അവരുടെ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ. ഒന്ന് സ്വന്തമായിട്ട് ഹൃദയത്തിൽ നിന്ന് അപ്പച്ചാന്ന് വിളിച്ച് 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുക. ഞാൻ അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? ഇതിന് മുമ്പ് ജീസസ് യൂത്തുകാർ നയിച്ച ജീസസ് യൂത്തിൻ്റെ ധ്യാനം കൂടിയ മക്കളോട്, അവർ കൈറോസ് ധ്യാനം കൂടിയവരാണ്, അവരോട് ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ സ്വർഗത്തിലെ അപ്പച്ചനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് കാണട്ടെ. അവരങ്ങോട്ട് 2 കൈ കൂടെ പൊക്കി പിടിച്ച്, അപ്പച്ച, സ്വർഗീയ പിതാവേ, പൊന്നപ്പച്ച, യേശുവിനെ തന്ന അപ്പച്ച, പരിശുദ്ധാത്മാവിനെ തന്ന അപ്പച്ച, വിശുദ്ധ കുർബാന തന്ന അപ്പച്ച, സഭയെ തന്ന അപ്പച്ച, പരിശുദ്ധ മറിയത്തെ അമ്മയായിട്ട് തന്ന അപ്പച്ച, ഞങ്ങളെ സൃഷ്ടിച്ച അപ്പച്ച, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞങ്ങൾ രൂപപ്പെടുത്തിയ അപ്പച്ച. അവന്മാർ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് 4 പിള്ളേർ. ഇത് കണ്ട് 146 എണ്ണം കണ്ണും തള്ളി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർക്കണം, വെറും 4 ദിവസത്തെ ജീസസ് യൂത്തിൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്ത യുവജനങ്ങൾക്ക് സ്വർഗത്തിലെ പിതാവിനെ അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റി. ഈ 10 വർഷം 12 വർഷം കാറ്റക്കിസം പഠിച്ചു, ഒരുപാട് അറിവ് കിട്ടി. ഞാനിതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. അവർക്ക് ഒരുപാട് അറിവ് കിട്ടി, അവർ പരീക്ഷ എഴുതി, അവർക്ക് മോശ ആരാന്നറിയാം, ഏലി ആരാന്നറിയാം, ഒക്കെ അവർക്ക് മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ആരെയും ഞാൻ വേദനിപ്പിക്കാൻ പറയുന്നതല്ല. സ്വന്തമായിട്ട് അപ്പച്ച എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ധ്യാനം കൂടാത്ത ഒറ്റ കുട്ടിക്ക് പോലും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഇതെന്നെ അന്ന് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ചു. എനിക്കൊന്ന് തോന്നി, കാരണം നമ്മുടെ കാറ്റക്കിസം ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങൾക്ക് അറിവ് കൊടുക്കുന്നതിനോടൊപ്പം നമ്മൾ അഭിഷേകം പകർന്നു കൊടുക്കണം, പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കണം, ദൈവവുമായിട്ട് അവരെ കൂട്ടിമുട്ടിച്ചു കൊടുക്കണം. തിയറി മാത്രം പോരാ, തിയറി വേണം, അറിവ് വേണം. അറിവ് വേണം, തീർച്ചയാണ്, നല്ലതാണ്. അത് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് വരണം.
ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, വട്ടായിലച്ചൻ വൈദികർക്ക് വേണ്ടി ധ്യാനം നടത്തുന്നു. വൈദികരുടെ മാത്രം ധ്യാനം, അത് വലിയ അഭിഷേകമായി, സഭയ്ക്ക് അനുഗ്രഹമായി. 2000-ലധികം വൈദികർ ധ്യാനം കൂടിക്കഴിഞ്ഞു. ഇനി ഞാൻ ചിന്തിക്കുകയാണ്, കാറ്റക്കിസം ടീച്ചേഴ്സിൻ്റെ ധ്യാനം നടക്കണം, അതിൽ വലിയ അഭിഷേകം ഉണ്ടാകണം. ആ അഭിഷേകം ഏറ്റുവാങ്ങിക്കൊണ്ട് കാറ്റക്കിസം ടീച്ചേഴ്സ് നമ്മുടെ ഇടവകളിൽ കടന്നു എന്ന് LKG മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൈ കിട്ടുകയല്ലേ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്? നിങ്ങളുടെ കയ്യിൽ, ഈ കാറ്റക്കിസം ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നേഴ്സറി സ്കൂൾ മുതൽ കുഞ്ഞുങ്ങളെ കിട്ടുകയാണ്. എത്ര +2 വരെ അല്ലെ 10ാം ക്ലാസ് വരെ കിട്ടുന്നുണ്ട്. യേശുവിനെയും വചനത്തെയും അഭിഷേകത്തെയും പകർന്നു കൊടുക്കാൻ എത്രയോ വലിയ അവസരമാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മളിത് ശരിക്കും മുതലെടുത്താൽ നമ്മുടെ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി പോകത്തില്ല, തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോകത്തില്ല, സഭയിട്ടിട്ട് പോകത്തില്ല. അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കർത്താവിൻ്റെ രാജ്യത്തിന് സഭയ്ക്കും അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം തരുന്ന ഈ വലിയ സന്ദേശം നമ്മൾ ചെവിക്കൊള്ളണം. 3, നമ്മൾ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാം, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുവിൻ. ഇന്ന് നമ്മൾ സാധാരണ ചെയ്തൊരു കാര്യമുണ്ട്, മാതാപിതാക്കൾ പിണങ്ങരുത്. നമ്മുടെ മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ, ചട്ടം പിത്തരം കാണിക്കുമ്പോൾ, വഴിതെറ്റി പോകുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എടാ അടുത്ത വീട്ടിലെ സണ്ണിയുടെ മക്കളെ നീ കണ്ടോ, അവന്മാർ എത്ര നല്ല മക്കളാണ്, നിനക്ക് അവരെ കണ്ട് പഠിച്ചുകൂടാ. എടാ അയൽപക്കത്തെ ജോളിയെ കണ്ട് പഠിക്ക്, അവിടുത്തെ തോമാച്ചനെ കണ്ട് പഠിക്ക്, അവരെത്ര നല്ല മക്കളാണ്. എന്താടാ കണ്ടു പഠിച്ചാൽ? നിന്റെ കൂടെ അല്ലാടാ അവന്മാർ സ്കൂളിൽ വരുന്നത്, നിനക്ക് എന്താടാ കണ്ടു പഠിച്ചാൽ? പ്രിയപ്പെട്ട മക്കളെ, ദൈവമക്കളെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, വെയിറ്റ്, അല്പം ഒന്ന് നിന്നേ. ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുക, എന്നോട് പിണങ്ങരുത്, TV ഓഫ് ചെയ്യുകയും ചെയ്യരുത്. ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാം, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടാ? എടാ ചാച്ചനെ കണ്ട് പഠിക്കടാ. അമ്മച്ചിമാർ പെമ്മക്കളോട് പറയണം, എടീ നീ അമ്മച്ചിയെ കണ്ട് പഠിക്ക്, അമ്മച്ചിയെ പോലെ ആകണം. അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് പോലെ മോള് പ്രാർത്ഥിക്കണം, അമ്മച്ചി സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം, അമ്മച്ചി അപ്പച്ചനോട് ഇടപെടുന്നത് പോലെ വേണം മോൾ ഇടപെടാൻ, അമ്മച്ചി അപ്പച്ചനോട് സംസാരിക്കുന്നത് പോലെ വേണം മോള് സംസാരിക്കാൻ. ഇങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടോ? നമ്മൾ ഇത് പറയുന്നതിന് പകരം അടുത്ത വീട്ടിലെ കുട്ടിയെ കാണിച്ചിട്ട് പറയാണ് അവനെ പോലെ ആകാൻ. ഇവിടെയാണ് ദൈവം നമ്മളെ തിരുത്തുന്നത്. ദൈവം പറയാണ്, അവരുടെ മുൻപിൽ നടന്നു കാണിക്കുക. യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ നടന്നു കാണിച്ചു, ജീവിച്ച് കാണിച്ചു, സ്നേഹിച്ച് കാണിച്ചു, പ്രാർത്ഥിച്ച് കാണിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. മാതാപിതാക്കളായ നമ്മളോട് കർത്താവ് പറയുകയാണ്, മക്കളുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചിട്ട് പറയുക, ഞങ്ങളുടെ പിന്നാലെ വരിക. ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നുണ്ട്, സെമിനാരി അല്ല എന്നെ ഒരു നല്ല വൈദികനാക്കി മാറ്റിയത് എൻ്റെ അപ്പനാണ്, കൂലിപ്പണിക്കാരനായ എൻ്റെ അപ്പനാണ്. എൻ്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. എൻ്റെ അപ്പൻ കൂലിപ്പണിക്കാരനായിരുന്നു, കഷ്ടപ്പെട്ട് പാറമേടകളിൽ കല്ലുവെട്ടിയ മനുഷ്യൻ, വിയർത്ത് കുളിച്ച് രാത്രി വന്നിട്ട് ഒരു കുളിയും കഴിഞ്ഞിട്ട് ഞങ്ങളെ, അമ്മയില്ലാത്ത മക്കളെ പാവിരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പുൽത്തകിടി വിരിച്ച് അതിൽ മുട്ടുകുത്തി നിർത്തിയിട്ട് ജപമാല ചൊല്ലിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, സ്നേഹിക്കാൻ പഠിപ്പിച്ചു, വിശുദ്ധി പഠിപ്പിച്ചു. ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നുണ്ട്, സെമിനാരിയിലെ റെക്ടർ അല്ലായിരുന്നു എൻ്റെ ഗുരു, എൻ്റെ ചാച്ചനായിരുന്നു. എൻ്റെ ചാച്ചൻ ജീവിച്ച് കാണിച്ചു തന്നു, എൻ്റെ ചാച്ചൻ പ്രാർത്ഥിച്ച് കാണിച്ചു തന്നു, എൻ്റെ അച്ഛൻ എളിമ കാണിച്ചു തന്നു, എൻ്റെ ചാച്ചൻ സ്നേഹമെന്തെന്ന് കാണിച്ചു തന്നു. പഠിപ്പിക്കായിരുന്നില്ല, എൻ്റെ മുൻപാകെ നടന്നു കാണിച്ചു. സഭയ്ക്ക് ഒരു വലിയ മനുഷ്യനെ കിട്ടി പ്രിയപ്പെട്ടവരെ. സഭയുടെ അഭിമാനമായി മാർപ്പാപ്പ മാറിയെങ്കിൽ അതിന് കാരണക്കാരനായി ചാച്ചൻ മാറുകയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ജോൺ പോൾ മാർപ്പാപ്പ കിരീടം വെച്ചിരിക്കുന്ന പോലെ തന്നെ മറ്റൊരു കിരീടം നമ്മളാരും കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷെ ദൈവം അത് കൊടുത്തു. കാരണം ഈ മാർപ്പാപ്പയെ മാർപ്പാപ്പയാക്കി മാറ്റിയത് ഈ ചാച്ചനാണ്. ദൈവം നമ്മോട് പറയാണ്, നടന്ന് കാണിക്കുക. 4-മതായിട്ട് പറയാണ്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. ഇന്ന് നമ്മൾ മക്കളെ ട്യൂഷന് വിടുന്നു, നല്ലതാണ് കേട്ടോ, ഞാനിതിനൊന്നും എതിരല്ല, ഞാനും എൻ്റെ മോളെ ട്യൂഷന് വിടുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാൻ നമ്മൾ മറക്കരുത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മകനെ കാത്തുകൊള്ളണം, അവൻ പാപത്തിൽ വീഴരുത്, അവൻ പാപ വഴിയെ പോകരുത്, തെറ്റായ കൂട്ടുകെട്ടിൽ പോകരുത്. നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് പരിചയമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കുളത്തുവയിലായിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ എൽസിസ് മാത്യു പറഞ്ഞ ഒരു സംഭവം എൻ്റെ മനസ്സിൽ വരികയാണ്. ഒരിക്കൽ സിസ്റ്റർ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. മുടിയൊക്കെ നീട്ടിയിട്ടുണ്ട്, നല്ല ഫാഷനബിളാണ്, നല്ല ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സിങ്ങും. അവനെ കണ്ടപ്പോൾ സിസ്റ്ററിന് തോന്നി ഇവൻ ഏതാണ്ട് ഒരു വലിയ ലോകത്തിൻ്റെ പാപിയായിരിക്കും. ശിവൻ വന്ന് അടുത്തിരുന്ന് ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ സിസ്റ്റർ കണ്ണടച്ചപ്പോൾ സിസ്റ്റർ എൽസിസ് കാണുന്ന ദർശനം, പരിശുദ്ധ കന്യകാമറിയം ഇവനെ വലത്തെ കയ്യിൽ തോളിൽ പിടിച്ചിരിക്കുകയാണ്, ഇടത്തെ കയ്യിൽ ഉണ്ണീശോയെ പിടിച്ചിരിക്കുകയാണ്. ഇടത്തെ കയ്യിൽ ഉണ്ണീശോയും വലത്തെ കയ്യിൽ ഇവനും ഇങ്ങനെ നിൽക്കുന്ന ഒരു ദർശനമാണ് സിസ്റ്ററിനെ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കുന്നത്. സിസ്റ്റർക്ക് ആകപ്പാട് അത്ഭുതമായി.
സിസ്റ്റർ ചോദിച്ചാൽ മോനെ, നിന്റെ ഈ മുടി നീട്ടിയുള്ള ഈ വരവും നിന്റെ ഈ ഫാഷനും ഒക്കെ കൂടെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നീ ഏതോ ലോകത്തിൻ്റെ മകനാ, നീ പരിശുദ്ധ മറിയത്തിൻ്റെ നീ അമ്മ നിന്നെ എടുത്തിരിക്കുന്നതാണല്ലോ കാണിക്കുന്നത്, എന്താ കാര്യം? അപ്പോൾ അവൻ പറയാ, സിസ്റ്ററേ, എന്നെ എൻ്റെ അമ്മച്ചി ഗർഭം ധരിച്ച അന്നു മുതൽ എൻ്റെ അമ്മച്ചി എനിക്ക് വേണ്ടി 3 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. അത് ഇന്നും എൻ്റെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, എനിക്ക് 5 വയസ്സായ അന്ന് മുതൽ ഇപ്പോൾ വരെ അമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ ഒരു 53 മണിജപം ചൊല്ലാതെ ഉറങ്ങരുത്. ഞാനത് എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് സിസ്റ്ററെ, ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല. കാണുക പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അറിയാതിരുന്ന സിസ്റ്റർ എൽസിസ് മാത്യു പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണം, ഇതൊന്നും അറിയാതെ സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ഇത് പരിശുദ്ധ മറിയത്തിൻ്റെ പൊന്നു മകനാണ്. ഉണ്ണീശോയെ തോളിലെടുത്തിരിക്കുന്ന അതേ കരങ്ങൾ ഈ മകനെ പരിശുദ്ധ മറിയം വഹിച്ചുകൊണ്ട് നടക്കുക. അവൻ ഒരു അപകടവും പറ്റുന്നില്ല, അവൻ ലോകത്തിൻ്റെ ഒന്നുമല്ല, അവൻ അങ്ങനത്തെ ഒരു ഉടുപ്പിട്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ പാപജീവിതത്തിലൂടെ അവൻ പോകുന്നില്ല. അവൻ മുടിയിച്ചിരി നീട്ടി വളർത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അവൻ അശുദ്ധിക്ക് അടിമപ്പെട്ടിട്ടില്ല. അവൻ ലോകത്തിൻ്റെ മകനല്ല. കാരണം എന്താണെന്നറിയാമോ? തൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുണ്ടായെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ആ അമ്മച്ചി ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി 3 ജപമാല വെച്ച് പരിശുദ്ധ മറിയത്തിലൂടെ ദൈവത്തിന് തൻ്റെ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മകൻ അഭിഷേകം നിറഞ്ഞ ഒരു മകനായി തീരുകയാണ്. ആ മകൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനായി തീരുകയാണ്. ആ മകൻ്റെ പുറത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും ഒക്കെ പ്രവർത്തിക്കും നമ്മൾ കാണുകയാണ്. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം. ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ അവർ തോറ്റുപോയെന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടത്തില്ല. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിക്ക് നമ്മുടെ മക്കളെക്കാൾ ഒരുപാട് മാർക്ക് കാണും. ഈ സമയത്തൊക്കെ അവർ ആകപ്പാട് വിഷമിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് വന്ന പഠന കച്ച കുച്ച കിച്ച കുച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു 10-15 ഡയലോഗ് അടിച്ചിട്ട് വാളും കോടാലിയും എടുത്ത് നമ്മൾ അവരെ വെട്ടിക്കീറിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പോകാനായിട്ട് ആരുമില്ല. പകരം ദൈവം പറയാണ്, നമ്മളവരെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു സംഭവമുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സായി ഏതാണ്ട് 2-3 വർഷം കഴിഞ്ഞ സമയത്താണ് 1996 ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഒളിമ്പിക്സ് മത്സരം വലിയ ഇഷ്ടമാണ്. ഞാൻ അന്ന് ന്യൂസുകളൊക്കെ ഒത്തിരി ഇങ്ങനെ കാണും, ആര് ജയിച്ചു, ഏത് രാജ്യത്തിനാണ് സ്വർണം. ഞാനന്നൊരു കാഴ്ച കണ്ടത് ഇതാണ്. അമേരിക്കയുടെ ജിംനാസ്റ്റിക്സ് മത്സരത്തിൻ്റെ സ്വർണ്ണ മെഡൽ ഉറപ്പിച്ച് മത്സരത്തിന് വന്ന ഒരു പെൺകുട്ടിയായിരുന്നു കെറി സ്ട്രക്ക്. ഓടാൻ വെറും 10 മിനിറ്റിൽ, ജിംനാസ്റ്റിക്സ് കാണിക്കാൻ മത്സരം തുടങ്ങാൻ 10 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് കെറി സ്ട്രക്കിന്റെ കാൽപാദം ഇടറി. കാല് നിലത്ത് കുത്താൻ പറ്റാത്ത വണ്ണമുള്ള വേദനയാൽ കാൽപാദം ഇടറിപ്പോയ കെറി സ്ട്രക്ക് വാവിട്ട് നിലവിളിക്കുകയാണ്. തനിക്ക് സ്വർണം നഷ്ടപ്പെട്ടതിൽ മാത്രമല്ല, തൻ്റെ രാജ്യമായ അമേരിക്ക കിട്ടേണ്ട ഒരു സ്വർണം തൻ്റെ കാലിടറിപ്പോയത് മൂലം രാജ്യത്തിന് നഷ്ടമാകുമല്ലോ എന്നുള്ള വേദന ഈ പെൺകുട്ടി വാവിട്ട് നിലവിളിക്കുകയാണ്. അവൾ മത്സരിച്ചാൽ അവൾക്കാണ് 1-ാം സ്ഥാനം. അവൾ വാവിട്ട് നിലവിളിച്ച് തലയും കുമ്പിട്ടിരിക്കുമ്പോൾ അവളുടെ കോച്ച്, അവളുടെ പരിശീലകൻ കടന്നു വന്നിട്ട് പറഞ്ഞു, കെറി, നിന്റെ കാൽപാദം ഇടറിയാൽ പോലും നിന്റെ മെയ്വഴക്കത്തിന് ഒരു കുറവുമില്ല. നിനക്കിവിടെ മത്സരിക്കാൻ സാധിക്കും. നീ കണ്ണുനീരോടുകൂടിയാണെങ്കിലും നീ ഇന്ന് മത്സരിച്ചാൽ നിനക്ക് സ്വർണം കിട്ടും. വേദന സഹിച്ച് മത്സരിച്ചാൽ പോലും നിന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്താരുമില്ല. നീ ഒളിമ്പിക്സ് മത്സരത്തിന്റെ ചരിത്രം മാറ്റി എഴുതും. നിനക്ക് തന്നെയാണ് സ്വർണം. ഒരുപാട് തകർന്നിരുന്ന അവളുടെ മനസ്സിലേക്ക് പരിശീലകന്റെ വാക്കുകൾ സ്വർണ്ണമഴ പെയ്തിറങ്ങുന്നത് പോലെ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, മത്സരത്തിന്റെ വിസിൽ മുഴങ്ങി, വേദന സഹിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിറ്റ് വീണുകൊണ്ട് കാൽപാദത്തിന്റെ വേദന സഹിക്കാനാവാത്ത അവസ്ഥയിൽ കോച്ച് കൊടുത്ത ആ വലിയ പ്രചോദനത്തിന്റെ വാക്കുകൾ ഉൾക്കൊണ്ട് കെറി സ്ട്രക്ക് മത്സരത്തിനിറങ്ങി. വലിയ വേദനയുടെ മധ്യത്തിൽ ലോകത്തിലെ സകലരെയും പിന്തള്ളി ജിംനാസ്റ്റിക്സിൽ അവൾ സ്വർണം നേടി, അമേരിക്കയുടെ സ്വർണവും. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? അന്ന് ആ കോച്ച്, ആ പരിശീലകൻ അന്ന് പ്രോത്സാഹനത്തിന്റെ ഒരു വാക്ക് അവളുടെ മുഖത്ത് നോക്കി പറയാതിരുന്നുവെങ്കിൽ അവൾ തീർച്ചയായിട്ടും മത്സരിക്കത്തില്ലായിരുന്നു. അവളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ, ഗതി മാറിപ്പോകുമായിരുന്നു. അവൾ ഒന്നുമല്ലാതായി തീരുമായിരുന്നു. ആ സമയത്ത് ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാൻ, നിന്നെക്കൊണ്ട് ഇത് സാധിക്കും, നിനക്കിത് സാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നത് അവളുടെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചു. നമ്മുടെ മക്കളോട് എല്ലാവരും, ടീച്ചേഴ്സ് പലപ്പോഴും പറയും, ടീച്ചേഴ്സിന് പഠിക്കുന്ന പിള്ളേരെയാണ് പലപ്പോഴും ഇഷ്ടം. നിങ്ങൾക്ക് അറിയാമല്ലോ അത്. പഠിക്കാത്ത പിള്ളേരോട് പലപ്പോഴും എനിക്ക് സങ്കടം വരാറുണ്ട്. യേശുവിൻ്റെ മക്കളായ അധ്യാപകർക്ക് പോലും പലപ്പോഴും ഇത് മനസ്സിലാകുന്നില്ല. നമ്മളങ്ങനെ തള്ളിക്കളയരുത്. നമ്മൾ തള്ളിക്കളയാൻ, ഒരാളും നമ്മൾ തള്ളിക്കളയാൻ പറ്റിയ ആൾക്കാരല്ല. നമ്മൾ ഇന്ന് തള്ളിക്കളയുന്ന പലരും നാളെ മിടുമിടുക്കന്മാരായി തീരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആർക്കും ആരും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് അവർ സ്കൂളിൽ നിന്ന് തന്നെ തകർന്നു വരുമ്പോൾ മാതാപിതാക്കളായ നമ്മളും കൂടെ നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾക്ക് കാര്യമില്ല. നമ്മൾ പറയണം, നിനക്ക് സാധിക്കും, ചാച്ചൻ പ്രാർത്ഥിക്കാം, അമ്മച്ചി പ്രാർത്ഥിക്കാം, നാളെ തൊട്ട് ദിവ്യബലി മോൾക്ക് വേണ്ടിയിട്ടാ മോന് വേണ്ടിയിട്ടാ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ,
ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവർക്ക് പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കൊടുക്കുകയും ചെയ്യണം. ഈശോ പറഞ്ഞ അവസാനത്തെ വചനം ഇതാണ്, നിങ്ങൾ ശിശുക്കളെപ്പോലെ ആകുവിൻ, അവരെപ്പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് സക്കേവൂസിനെയാണ്. നമ്മുടെ നാട്ടിലെ ഡിസ്ട്രിക്റ്റ് കളക്ടർ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന കാഴ്ച നിങ്ങൾക്കാർക്കെങ്കിലും സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടോ? അന്നത്തെ കാലത്തെ വലിയൊരു ഉദ്യോഗസ്ഥൻ ഈശോയെ കാണാൻ വേണ്ടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഈ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ സ്കൂൾ അടച്ച് വെക്കേഷൻ വരുന്ന സമയത്ത് മാവിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ കയറിയിരുന്ന് മാങ്ങ പറിച്ച് അവിടെ തന്നെ ഇരുന്ന് തിന്നും. പക്ഷെ ഇന്ന് ഞാനൊരു ഡോക്ടറാണ്, ഞാൻ വചനപ്രഘോഷമാണ്, ഇന്ന് എന്നെ കൊണ്ട് മാവിൻ്റെ മുകളിൽ കയറിയിരുന്ന് മാങ്ങ പറിച്ച് തിന്നാൻ പറ്റുകയില്ല. അത് കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. സക്കേവൂസിന് ശിശുക്കളെപ്പോലത്തൊരു ഹൃദയമുള്ളത് കൊണ്ട് അവൻ മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി, അവൻ ഈശോയെ കിട്ടുകയും ചെയ്തു, അവൻ സ്വർഗരാജ്യം അടിച്ചെടുക്കുകയും ചെയ്തു, അവൻ ദൈവത്തിൻ്റെ അഭിഷേകം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഈശോ പറയുന്നുണ്ട്, ശിശുക്കളെപ്പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. മാത്രമല്ല ഒരു കാര്യം കൂടുണ്ട്, ഈശോ ആരെയും മാറ്റി നിർത്തുന്നില്ല, കുഞ്ഞുങ്ങളെയും. ശിശുക്കൾ വരട്ടെ എന്ന, ഇന്ന പ്രായമായിട്ടേ അവർക്ക് കാര്യം മനസ്സിലാവൂ എന്നൊന്നും ഈശോ പറയുന്നില്ല. ചിലരങ്ങനെയാണ് പറയുന്നത്, പക്ഷെ ഈശോ പറയുന്നില്ല, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ശിശുക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒത്തിരിയേറെ കാര്യം ഇന്ന് കേട്ടു. ഞങ്ങളെയും ശിശുക്കളാകാനാണ് അങ്ങ് വിളിക്കുന്നത്. നന്ദി പറയുന്നു കർത്താവേ. ശിശുക്കളാകാനും കുഞ്ഞുങ്ങളെപ്പോലെ എളിമയുള്ളവരായി തീരാനും അവിടെ നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.